ഹായ്, ഹലോ. ഞങ്ങള് വീണ്ടും എത്തിയിട്ടാ. നിങ്ങള് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടായാലും നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇടും. പലരും ചോദിക്കുന്നുണ്ട് നമ്മളെന്താ തല്ലൂടിയോ, പിന്നെ ഗ്യാപ്പ് ഇടുണ്ടല്ലോ, ഒറ്റയ്ക്കാണല്ലോ വന്നത്. സാഹചര്യം ഞങ്ങക്ക് അങ്ങോട്ട് കണ്ടുമുട്ടാൻ പറ്റില്ല. ഞങ്ങൾ എവിടെയൊക്കെ കാണുന്നുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ലിൻഡ, നീയേ 2 ദിവസം മുമ്പ് പേപ്പറിൽ ഒരു ന്യൂസ് വായിച്ചാ? അതായത് ഒരു അപ്പൻ മരിച്ചിട്ട് ഒരു അപ്പം മരിച്ച ബോഡി വീട്ടിൽ കൊണ്ടുവന്നപ്പോ മോനും മരിയോളും വാതില് പൂട്ടിയിട്ട് പോയിന്നല്ലേ? എന്ത് പരിപാടി കാണിക്കണല്ലേ? സ്വത്തിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നണതേ അവര് മക്കളുടെ സ്നേഹം കണ്ടിട്ടൊക്കെ സ്വത്ത് എഴുതി കൊടുത്തിട്ടുണ്ടായിരിക്കും. അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് ഇങ്ങനെ ഒരു പണി കിട്ടുന്നത്. നമ്മളെ നോക്കുന്നു വിചാരിച്ചിട്ടാണല്ലോ നമ്മള്. പക്ഷെ എന്താന്നറിയോ, വേറൊരു നിയമമുണ്ട്. ഇപ്പൊ എന്റെ സ്വത്ത് ഞാൻ ഇപ്പൊ നിനക്ക് ഇഷ്ടകാലം തന്നു എന്ന് വിചാരിക്കും. എനിക്ക് തോന്നുകയാണ് അത് നിനക്ക് തന്നു ശരിയായിട്ടില്ല, അതെനിക്ക് തിരിച്ചെടുക്കാനുള്ള നിയമമുണ്ട്. പക്ഷെ പല പാരന്റ്സിന് ആ സംഭവം അറിയില്ല. അത് വെട്ടുന്ന ആൾക്കാരാണ് മുതലെടുക്കണത് അല്ലെ? ആ ഒരു കാണിച്ചത് ഭയങ്കര ഒരു ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നത് സങ്കടം വരും അതൊക്കെ കാണുമ്പോ. കണ്ണീച്ചോരില്ലാത്ത സ്വഭാവം തന്നെ. എത്ര സ്വത്ത് കിട്ടിയാലും ആക്രാന്തം മാറില്ല. എത്ര സ്വത്ത് കിട്ടിയിട്ട് പോയാലും പിന്നെ എവിടുന്നെങ്കിലൊക്കെ കുറച്ച് വല്ല ഇൻഷുറൻസിന്റെയോ അല്ലെങ്കിൽ വല്ല പെൻഷന്റെ എന്തെങ്കിലും കിട്ടിയാലും അതിന് കിട്ടിയിട്ട് കൈയിട്ട് മാന്താൻ പോണ ആൾക്കാരാണ് ഇപ്പത്തെ ആൾക്കാർ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ശരിക്കും ഈ ആമ്പിള്ളേരിനൊക്കെ ഇല്ലേ 24-25 വയസ്സാവുമ്പോ കല്യാണം കഴിപ്പിക്കാനൊക്കെ മുമ്പ് അവർക്ക് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ച് അവരൊക്കെ വീടൊക്കെ വെച്ചിട്ട് അവര് വേറെ പോവാ അല്ലെ? അതൊരു നല്ലൊരു ഐഡിയ അല്ലേ? എന്ന് വെച്ചാലേ ഇത് അവര് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ മരുമക്കളിനെ കൊണ്ടുവരും. സംഭവം മരുമക്കളെ നമ്മൾ സ്നേഹിക്കണം, നമ്മളും മരുമക്കളാണ്, അതിനല്ല അതുകൊണ്ടല്ല. അപ്പൊ നമ്മളിങ്ങനെ കയറി വരുമ്പോ ഒരു അടുക്കളയിൽ 2 സ്ത്രീകള് കൈയിട്ടിളക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സീനാണത്. അപ്പൊ സ്വാഭാവികമായിട്ടും അടി ഉറപ്പാണ്. അപ്പൊ ഒരു യുദ്ധം ഒഴിവാക്കാനും ഈ ഒരു 24 വയസ്സിന്റെ ഉള്ളില് അല്ല, ഒരു ജോലി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വീടോ കല്യാണം കഴിക്കാനൊക്കെ മുമ്പ് ഒരു വീടൊക്കെ വെച്ച് കുറച്ച് അവര് പ്രൈവസിയിൽ ജീവിക്കട്ടെ. ഇത് എല്ലാവരും അത് തന്നെ, അവരതിന് പ്രാപ്തരാവട്ടെ. ഇത് നമ്മളെന്ത് ചെയ്യും? നമ്മളുള്ള സ്വത്ത് മുതലൊക്കെ നമ്മൾ തന്നെ മക്കൾക്ക് നമ്മൾ തന്നെ ഇട്ടുകൊടുത്ത് അവരിനെ ഏതാണ്ട് മടിയന്മാരാക്കാണ് ഈ പാരന്റ്സ് അല്ലെ? ഞാൻ വിചാരിച്ചിട്ടുണ്ട് വിദേശത്തൊന്നും അങ്ങനെയല്ല, നമ്മുടെ പോലെയല്ല. അവര് ഒന്ന് പ്രായപൂർത്തിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ സെപ്പറേറ്റ് മറ്റേ തള്ളക്കോഴി കുട്ടികളെ കൊത്തി ഇതാക്കണ പോലെ അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് അവര് അവരുടേതായ ജോലി ചെയ്തിട്ടാണ് അവര് പഠിക്കുന്നത്. ശരിക്കും അങ്ങനെ നമ്മുടെ നാട്ടിലും വരണം. ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിട്ട് കേട്ടോ, മക്കൾക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അപ്പളേക്ക് മുമ്പ് കുറച്ച് ഒരു വെൽ സെറ്റിൽഡ് ആയിട്ട് മക്കൾ കല്യാണം കഴിച്ച് പൊക്കോളൂ, കുഴപ്പമില്ല. എന്നിട്ട് നമ്മളെ കാണാൻ ഇടക്കിടക്ക് വന്നോട്ടെ. ഒരു മാസത്തിൽ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 50,000 കിട്ടുന്നോട്ടെ. വേറെ പ്രശ്നമില്ലല്ലോ. 10,000 50,000. അപ്പൊ നമ്മള് പറഞ്ഞു വരാൻ എന്താന്ന് വെച്ചാല്, ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വീടൊക്കെ ആയിട്ട് അവരെ സെപ്പറേറ്റ് ആക്കാനുള്ള അല്ലെങ്കിൽ സ്വന്തം കാലുമേ നിക്കാനായിട്ട് നമ്മള് പാരന്റ്സ് പ്രാപ്തിയാക്കി കൊടുക്കണം. അത് തന്നെയല്ല, ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രൈവസി വേണം. 2 ആൾക്കാരോ ഒരു പരിചയമില്ലാത്ത 2 ആൾക്കാരോട് ഒരുമിച്ച് ജീവിക്കുമ്പോ അവരാദ്യം തന്നെ മനസ്സിലാക്കട്ടെ. അവര് ഒരുമിച്ച് ജീവിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ലോകം ഇനി അങ്ങനെ മാറേണ്ടി വരും. കുറെ മാറിയിട്ടുണ്ട് അങ്ങനെയൊക്കെ. എന്നിരുന്നാൽ കൂടി ഇനിയും ഒത്തിരിയും കൂടി പല പാരന്റ്സ് ഈ ആമ്പിള്ളേരെ വിട്ടുകൊടുക്കില്ല മരുമക്കൾക്ക്. ഈ എല്ലാവരും എന്റെ മോൻ എന്നുള്ള ചിന്തയിൽ നോക്കുമ്പോഴേ ആ ഒരു ഒട്ടുമിക്ക കുടുംബജീവിതവും തകർന്നു ബഹളമയാണ്. അപ്പൊ അതിനൊരു ബെസ്റ്റ് പരിപാടി നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. ഒരു 10 ചെക്കന്മാരായാലും പെൺപിള്ളേരായാലും നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് കല്യാണം കഴിക്കുക, എന്നിട്ട് അവര് ഒറ്റയ്ക്ക് ജീവിക്കട്ടെ. നമുക്ക് അപ്പോഴൊരു കുറച്ച് സ്നേഹം ഉണ്ടാവുള്ളൂ. പാരന്റ്സ് ആയിട്ട് വന്ന് കാണാനൊക്കെ ഒരു സ്നേഹം. ഹസ്ബൻഡ് വൈഫിനും ഇത്തിരി കൂടി സ്നേഹം കൂടും അവർക്ക് അവരുടെ പ്രൈവസിയിൽ കഴിയുമ്പോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.